ഇറാനെ ആക്രമിച്ചതിലൂടെ അമേരിക്കയും ഇസ്രായേലും യഥാർത്ഥത്തിൽ ആരെയാണ് ആക്രമിച്ചത്? നമ്മളെ തന്നെയാണ് അവർ ആക്രമിച്ചത്. അവർ കാരണം തകർക്കപ്പെട്ട ഗൾഫിലെയും ഇറാനിലെയും ഓയിൽ ഗ്യാസ് ഇൻഫ്രാസ്ട്രക്ചറുകൾ ആരുടേതാണ്? അത് നമ്മുടേതായിരുന്നു സുഹൃത്തുക്കളെ. കാരണം എന്താണെന്ന് അറിയാമോ? ഇന്ന് ലോകത്തിലെ ഏറിയ പങ്കും ഓയിൽ നിക്ഷേപവും നാച്ചുറൽ ഗ്യാസ് നിക്ഷേപങ്ങളും മിഡിൽ ഈസ്റ്റ് മേഖലയിലായതുകൊണ്ടാണ് നമുക്ക് മാന്യമായ വിലക്ക് ഏഷ്യൻ രാജ്യങ്ങളായ നമ്മുടെ കൈകളിലേക്ക് അവ എത്തുന്നത്. ഹോർമുസ് കടലിടുക്ക് ഇറാൻ തുറന്നിട്ടിരിക്കുകയായിരുന്നു. അത് അവരെ കൊണ്ട് അടപ്പിച്ചത് ആരാണ്? യുദ്ധക്കൊതിയന്മാരായ അമേരിക്കയും ഇസ്രായേലുമാണ്. എന്നിട്ട് ഹോർമുസ് തുറപ്പിക്കാനാണ് യുദ്ധം ചെയ്യുന്നത് എന്ന നാണം കെട്ട വർത്താനം പറയുന്നത് ആരാണ്? ഇറാൻ നേരത്തെ ഹോർമുസ് പിടിച്ചെടുത്ത് അതിൽ കൂടി കടന്നു പോകുന്ന കപ്പലുകളോട് ചുങ്കം വാങ്ങിയിരുന്നില്ല. ഇപ്പോൾ അവർ കോടികൾ ചുങ്കം വാങ്ങാൻ തുടങ്ങിയത് യുദ്ധം മൂലം അവർക്കുണ്ടായ നഷ്ടങ്ങൾ നികത്താനാണ്. എന്നാൽ അതിൻ്റെ യഥാർത്ഥ നഷ്ടം ആർക്കാണ്? അത് കൊടുക്കേണ്ടി വരുന്ന നമ്മെപ്പോലുള്ള നിരവധി രാജ്യങ്ങൾക്കാണ്. സ്വന്തമായി ഓയിൽ റിസർവുള്ള അമേരിക്കക്കല്ല. ഇസ്രായേൽ ഇറാന് തകർത്ത സൗത്ത് പാർസ് ഗ്യാസ് ഫീൽഡ് ലോകത്തിലെ ഏറ്റവും വലിയ നാച്ചുറൽ ഗ്യാസ് ഫീൽഡിൽ ഒന്നാണ്. ലോകത്തെ ഏറ്റവും വലിയ LNG പ്ലാന്റുകളിൽ ഒന്നായിരുന്നു ഖത്തറിലുണ്ടായിരുന്നത്. അതും തകർക്കപ്പെട്ടു. ഇതെല്ലാം തകർന്നത് കൊണ്ട് നഷ്ടം ഖത്തറിനോ ഇറാനോ മാത്രമല്ല, ലോകത്തിന് ഒന്നാകെയാണ്. അതൊക്കെ ശരിയാക്കിയെടുക്കാൻ ഇനി വർഷങ്ങൾ വേണ്ടി വരും. ഈ തകർക്കപ്പെട്ട എണ്ണപ്പാടങ്ങളും ഓയിൽ റിഫൈനറികളും അവരുടെ മാത്രം സ്വത്തല്ല, ലോകത്തിൻ്റെ സ്വത്താണ്. മൂന്നാം ലോക രാജ്യങ്ങളുടെ ജീവസ്പന്ദനങ്ങളാണ്. എല്ലാറ്റിനും വില വർദ്ധിച്ച് നമ്മുടേതടക്കം രാജ്യങ്ങളുടെ GDP വളർച്ച താഴോട്ട് പോകുമ്പോൾ ഇറാനെ തകർത്താൽ ലോകത്ത് സ്വാതന്ത്ര്യം വരുമെന്ന് വിശ്വസിച്ച ഊളകൾ മാത്രമല്ല, നമ്മളെല്ലാവരും അതിൻ്റെ പ്രത്യാഘാതം അനുഭവിക്കുന്നവരാണ്. യുദ്ധക്കൊതിയന്മാരായ ആളുകൾ നശിപ്പിച്ചത് ഏതാനും മിലിറ്ററി ബേസുകൾ മാത്രമല്ല, ആധുനിക ലോകത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ അടിസ്ഥാനമായ ഊർജ്ജ സ്രോതസ്സുകളാണ്. മതവും വർഗീയതയും മനസ്സിൽ കുത്തിനിറച്ച് എല്ലാ നെറികേടുകൾക്കും കൂട്ടുനിന്ന് സാത്താൻ സേവ ചെയ്യുന്നവർ ഒന്നോർക്കണം. സാത്താൻ ഈ ലോകത്തുള്ള മനുഷ്യരുടെ സമാധാനം ആഗ്രഹിക്കുന്നില്ല. അത് വെളിച്ചമല്ല, മറിച്ച് മാനവരാശിയെ അന്ധകാരത്തിലേക്ക് നയിക്കുന്ന ദുഷ്ടശക്തിയാണ്. ഇവിടെ പ്രസക്തമായ മറ്റൊരു ചോദ്യമുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് ഗൾഫ് രാജ്യങ്ങളുടെ കൂടെ നിന്നാൽ പോരെ, എന്തിന് ഇറാനെ പിന്തുണക്കണം? ആ ചോദ്യത്തിൽ തന്നെ ഒരു അപാകതയുണ്ട്. അതൊരു വിവരമില്ലാത്ത ചോദ്യം കൂടിയാണ്. ഗൾഫ് രാജ്യങ്ങളെയും ഇറാനെയും നമ്മൾ വേർതിരിച്ച് കാണുന്നത് എന്തിനാണ്? ഇപ്പോൾ തന്നെ ഏറെക്കുറെ അറിഞ്ഞോ അറിയാതെയോ പാശ്ചാത്യ ശക്തികളുടെ കരങ്ങളിൽ അകപ്പെട്ട ഗൾഫ് രാജ്യങ്ങൾക്ക് സ്വന്തമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ കാണുന്നു. അതുകൊണ്ടാണ് കേവലം സുന്നി ഷിയ തർക്കങ്ങളെ അടിസ്ഥാനമാക്കി ഇറാനുമായി ഭിന്നിച്ചു നിൽക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. ഇത് നേരത്തെ മനസ്സിലാക്കിയ ചൈന മുൻകൈ എടുത്താണ് സൗദിയെയും ഇറാനെയും വീണ്ടും സുഹൃത്തുക്കളാക്കിയത്. ഇത് സാമ്രാജ്യത്വ ശക്തികൾക്ക് കിട്ടിയ കനത്ത അടിയായിരുന്നു. ആ നിലക്ക് അവർക്ക് ഇറാനെ കൂടി തകർക്കാൻ ഇനി ലോകം കൂട്ടുനിന്നാൽ പിന്നെ മിഡിൽ ഈസ്റ്റിന്റെ നിയന്ത്രണം പൂർണ്ണമായി പാശ്ചാത്യരുടെ കൈകളിൽ അമരുമെന്ന് ഉറപ്പാണ്. അതൊരിക്കലും നമുക്ക് ഭാവിയിൽ ഗുണകരമാവില്ല. ഇന്ന് അവരുടെ രാജ്യസുരക്ഷ കൈകാര്യം ചെയ്യുന്നവർ നാളെ അവരുടെ റിസോഴ്സുകളുടെ പൂർണ്ണ നിയന്ത്രണവും കൈയാളുമെന്നത് സ്വാഭാവികമായൊരു പരിണാമം മാത്രമാണ്. ഇറാൻ കൂടി അവസാനിച്ചാൽ സാമ്രാജ്യത്വ അധിനിവേശങ്ങളെ ചെറുക്കാൻ മിഡിൽ ഈസ്റ്റിൽ പിന്നെ മറ്റൊരു ശക്തിയില്ല. അപ്പോൾ ലോക എണ്ണ നിക്ഷേപത്തിൽ നിർണായക കണ്ണിയായ ഇറാനെ പൂർവാധിക ശക്തിയോടെ നിലനിർത്തേണ്ടത് നമ്മുടെ കൂടി ആവശ്യമാണ് എന്ന് മനസ്സിലായില്ലേ? നമ്മൾ മനസ്സിലാക്കാതെ പോയ ഈ സത്യങ്ങൾ കാരണമാണ് ഗൾഫിനെ മാത്രം പിന്തുണച്ചാൽ പോരെ എന്ന ബാലിശമായ ചോദ്യത്തിലേക്ക് നമ്മെ നയിച്ചത്. ഇസ്രായേലിൽ ചെന്ന് നമ്മൾ അവരെ ഫാദർലാൻഡ് എന്ന് വിശേഷിപ്പിച്ച് കൂടെ നിന്നെങ്കിലും നാറ്റോ രാജ്യങ്ങളിൽ പലതും ഇറാൻ യുദ്ധത്തിൽ സഹകരിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പ്രസ്താവിച്ചു കഴിഞ്ഞു. സ്പെയിൻ, ഇറ്റലി, ഫ്രാൻസ്, സ്വിറ്റ്സർലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളെല്ലാം അമേരിക്കൻ ഫൈറ്റർ ജെറ്റുകൾക്ക് വ്യോമപാത പോലും നൽകാൻ തയ്യാറായില്ല. എന്തിന്? നമ്മുടെ അയൽ രാജ്യമായ ശ്രീലങ്ക പോലും അമേരിക്കയുടെ താല്പര്യം അവഗണിച്ചു. ഇക്കാര്യം നമ്മൾ വാർത്തകളിൽ കണ്ടതാണ്. ഇറാനെതിരെ കരയുദ്ധം ആരംഭിച്ചാൽ ചെച്നിയ ഇറാനോടൊപ്പം ചേരുമെന്ന് ഭീഷണി മുഴക്കിയതും തള്ളിക്കളയാവുന്ന ഒരു കാര്യമല്ല. കാരണം ചെച്നിയൻ സൈന്യം യുദ്ധഭൂമിയിലേക്ക് ഇറങ്ങിയാൽ കൂടെ മറ്റു റഷ്യൻ ചായ്വുകളുള്ള പല സൈനിക ഗ്രൂപ്പുകളും ഇറാനൊപ്പം ചേരാനായി രംഗത്തേക്ക് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ചുരുക്കത്തിൽ ഈ യുദ്ധം കൊണ്ട് ലോകത്തിന് നഷ്ടമല്ലാതെ യാതൊരു നേട്ടവും ഉണ്ടാകാൻ പോകുന്നില്ല. ഇക്കാര്യം വിവരമുള്ളവരെല്ലാം നേരത്തെ മനസ്സിലാക്കി കഴിഞ്ഞു. അത് തുറന്നു പറയാനുള്ള ധൈര്യവും അവർ കാണിച്ചു. ഇനിയും നോക്കി നിൽക്കാതെ ഈ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര ഇടപെടലുകളാണ് ഈ യുദ്ധം മൂലം വലിയ തകർച്ച നേരിടാൻ പോകുന്ന നമ്മെപ്പോലുള്ള ലോകരാജ്യങ്ങൾ ഉടനടി നടത്തേണ്ടത്.